നമസ്കാരം. പാകിസ്ഥാൻ നാണക്കേടിന്റെ കൊടുമുടിയിലെത്തിക്കഴിഞ്ഞു. അഭിമാനം ലവലേശമില്ലാതെ പാകിസ്ഥാൻ പണത്തിനായി ഇരക്കുകയാണ്. തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ കരകയറ്റാൻ കടം വാങ്ങുന്നത് തുടർക്കഥയാക്കിയിരിക്കുകയാണ് പാക് ഭരണകൂടം. ഒടുവിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് പാകിസ്ഥാന് $7 ബില്യൺ വായ്പ നൽകാൻ അന്താരാഷ്ട്ര നാണയനിധി സമ്മതിച്ചു കഴിഞ്ഞു എന്ന വിവരവും പുറത്തുവന്നു. അതേപോലെ തന്നെ ശനിയാഴ്ച വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള വായ്പാദാതാവിൽ നിന്നുള്ള ആശ്വാസത്തെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുമെന്നും പാകിസ്ഥാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഈ പരിപാടി അവസാനമായി കണക്കാക്കണം എന്നാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ മന്ത്രിമാരോടും റവന്യൂ ഉദ്യോഗസ്ഥരോടുമായി പറഞ്ഞത്. നികുതി ചുമത്താത്തവർക്ക് നികുതി നൽകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ $7 ബില്യന് വേണ്ടി പാകിസ്ഥാൻ IMFനെ വിടാതെ പിന്തുടരുന്നത് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നുള്ളത്. പുതിയ വായ്പ അൺലോക്ക് ചെയ്യാൻ പാകിസ്ഥാൻ IMF ഉദ്യോഗസ്ഥരുമായി മാസങ്ങളോളം തർക്കിച്ചിരുന്നു, അപേക്ഷിച്ചിരുന്നു. എന്തായാലും ഈ തുക ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ അംഗീകാരത്തിന് വിധേയമായി 3 വർഷത്തിനുള്ളിൽ അടയ്ക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശാശ്വതമായി പ്രതിസന്ധിയിലായ ഊർജ്ജ മേഖലയ്ക്ക് പരിഹാരമായി ഗാർഹിക ബില്ലുകൾ ഉയർത്തുന്നതും നികുതി പിരിവ് ഉയർത്തുന്നതും ഉൾപ്പെടെയുള്ള ദൂരവ്യാപകമായ പരിഷ്കാരങ്ങളുടെ വ്യവസ്ഥയിലാണ് ഇത് വന്നത് എന്നതും എടുത്തു പറയണം. 240 ദശലക്ഷത്തിലധികം ആളുകളുള്ള ഒരു രാജ്യത്ത്, അനൗപചാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലികളുള്ള ഒരു രാജ്യത്ത് 2022 5.2 ദശലക്ഷം പേർ മാത്രമാണ് ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചത് എന്നതാണ് അടിവരയിടേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ $7 ബില്യൺ IMFിൽ നിന്നും വായ്പയായി കൈപ്പറ്റാൻ ധാരണയായിരിക്കുന്നത്. ഇനി കാശിനായി കൈനീട്ടില്ല എന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകിയ ശേഷമാണ് IMF വായ്പ കൊടുത്തത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഇത് 24ാം തവണയാണ് പാകിസ്ഥാൻ വായ്പയ്ക്കായിട്ട് IMFനെ ആശ്രയിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ ഭരണകെടുകാര്യസ്ഥതയും 2022 മൺസൂണിലുണ്ടായ വെള്ളപ്പൊക്കവും ആഗോള സാമ്പത്തിക മാന്ദ്യവുമെല്ലാം രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. സാമ്പത്തിക അസ്ഥിരത ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. സൗഹൃദ രാജ്യങ്ങൾ അവസാന നിമിഷം നൽകിയ വായ്പകളും IMF റെസ്ക്യൂ പാക്കേജുമാണ് പാകിസ്ഥാനെ പിടിച്ചു നിർത്തിയത്. എന്നാൽ ജനങ്ങളുടെ മേൽ നികുതി ഭാരവും വിലക്കയറ്റവും അടിച്ചേൽപ്പിച്ചിട്ടും ഉയർന്ന പണപ്പെരുപ്പവും പൊതുകടങ്ങളും മറികടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ. $242 ബില്യൺ പാകിസ്ഥാന്റെ പൊതുകടം. 2024 സാമ്പത്തിക വർഷത്തിലെ രാജ്യത്തിന്റെ ആകെ വരുമാനം കൊണ്ടും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജൂലൈ തുടക്കത്തിൽ ആരംഭിച്ച 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം $46 ബില്യൺ നികുതി സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻ വർഷത്തേക്കാൾ 40% വർധന. അതേപോലെ തന്നെ IMFന്റെ ആവശ്യം പരിഗണിച്ച് വരും വർഷത്തിൽ ധനക്കമ്മി 1.5% മുതൽ 5.9% വരെ കുറയ്ക്കാനും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്. വായ്പകളും അതിന്റെ വ്യവസ്ഥകളും പാകിസ്ഥാനെ സ്ഥൂല സാമ്പത്തിക സ്ഥിരത ഉറപ്പിക്കുന്നതിനും ശക്തവും കൂടുതൽ ഉൾക്കൊള്ളുന്നതും പ്രതിരോധശേഷിയുള്ളതുമായ വളർച്ചയ്ക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് IMF പറഞ്ഞത്. അതേസമയം പാകിസ്ഥാനെതിരെ ശക്തമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കാരണം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ IMFനെ സമീപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉപരിതലത്തിലുള്ള പരിഷ്കാരങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഈ പുതിയ IMF ഇടപാടിൽ പഴയ പാറ്റേണുകൾ പ്രയാസമാണ് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസത്തെ ബജറ്റിൽ അവതരിപ്പിച്ച നികുതി ബിൽ വർധനകളിൽ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ജനസംഖ്യയുടെ 40% ഇതിനകം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. 10 ദശലക്ഷം അധിക പാകിസ്ഥാനികൾ ഈ പരിധിക്ക് താഴെയാകുമെന്ന് ലോകബാങ്ക് നേരത്തെ പറഞ്ഞിരുന്നു. 2023 IMFിൽ നിന്നുള്ള പാകിസ്ഥാന്റെ $3 ബില്യൺ വായ്പ ഒരു ലൈഫ് ലൈൻ തെളിയിച്ചിരുന്നു. എന്നാൽ ഉപഭോക്തൃ ചെലവുകൾ കുറയ്ക്കുന്ന സബ്സിഡികൾ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ജനപ്രീതിയല്ലാത്ത ചിലവ് ചുരുക്കൽ നടപടികളുടെ വ്യവസ്ഥയിലും ഇത് വന്നു. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇങ്ങനെ കടം വാങ്ങിയാകുമോ പാകിസ്ഥാൻ ഇനിയുള്ള കാലം കഴിച്ചുകൂട്ടുക, അതോ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ കരകയറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.